ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ ഒരു സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഫസ്റ്റ് സ്ലോട്ടിൽ ഞാൻ എടുത്തത് ഏൻഷ്യൻ്റ് ഹിസ്റ്ററി ആയിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഏൻഷ്യൻ്റ് ഹിസ്റ്ററിയാണ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഏൻഷ്യൻ്റ് ഇന്ത്യക്ക് വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾക്ക് ഈ ബുക്ക് മാത്രം എനിക്ക് തോന്നുന്നില്ല സഫിഷ്യൻ്റ് ആയിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് 11th NCERTs ആയിരിക്കും, അല്ലെങ്കിൽ തമിഴ്നാട് ബോർഡിൻ്റെ ബുക്കായിരിക്കും, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലുമൊക്കെ ബുക്കായിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ റിവൈസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബുക്കാട്ടോ ലൂസെൻറ്റിൻ്റെ ബുക്ക്. അതിൻ്റെ ഹിസ്റ്ററി പോർഷൻസ് നല്ല രീതിക്ക് അവർ കൊടുത്തിട്ടുണ്ട്, ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കിങ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, അവരുടെ ടൈറ്റിൽസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നിയിട്ടില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏൻഷ്യൻ്റ് ഹിസ്റ്ററി ആയാലും ഇപ്പോൾ മെഡീവൽ ആയാലും ഏൻഷ്യൻ്റ് മിക്കതും നമ്മൾക്ക് ഒരു സോഴ്സിൽ നിന്ന് മാത്രം ചോദിക്കുന്നത്. അതായത് 100% ക്വസ്റ്റ്യൻസും ആ ഒരു സോഴ്സിൽ നിന്ന് തന്നെയായിരിക്കില്ല ചോദിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഒരു അരകട്ട എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കട്ടോ, അരകട്ട ആ ടേം എന്തിനാണ് റെഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതെടുത്തേക്കുന്നത് ഉപീന്ദർ സിംഗിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ചെയ്യുന്നതാണ്. ഉപീന്ദർ സിംഗിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാനൊരു പ്രാവശ്യം എൻ്റെ ഹിസ്റ്ററിയുടെ സോഴ്സസിൽ, ഹിസ്റ്ററി ഓപ്ഷണലിൻ്റെ സോഴ്സസിൽ നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു വലിയൊരു കട്ടിയുള്ള ബുക്കായിരുന്നു ഉപീന്ദർ സിംഗിൻ്റെ ബുക്ക്. അപ്പോൾ അതിൽ നിന്ന് എടുത്ത ഒരു ഇതായിരുന്നു ആ ഒരു ടേം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, പിന്നെ മുന്നേ ഉള്ള PYQസിൽ ഈ സെയിം ഇത് ചോദിച്ചിട്ടുണ്ട് UPSC. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ ഈ ഒരു NCERT ആണ് വായിക്കുന്നത്, അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒന്ന് റെഫർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു റിവിഷനൊക്കെ പോലെ തന്നെ റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാട്ടോ ഈ ഒരു ലൂസെൻറ്റിൻ്റെ ബുക്ക്. ഇത് നിങ്ങൾ പൈസ കൊടുത്തൊന്നും വാങ്ങിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത് നിങ്ങൾക്ക് ഗൂഗിളിൽ PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുക, അതിൻ്റെ ഹിസ്റ്ററിയുടെ പോർഷൻ എടുത്ത് നോക്കുക. അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. എസ്പെഷ്യലി ജൈനിസം, ബുദ്ധിസം ആ ഒരു ഇതിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ ജൈനിസം ഏതൊക്കെ കിങ്ങാണ് ജൈനിസത്തിൻ്റെ പാട്രോൺസ് ആയിട്ടുള്ളത്, സൗത്ത് ഇന്ത്യയിൽ ഏതൊക്കെ കിങ്സാണ് ജൈനിസത്തിൻ്റെ പാട്രോൺ ആയിട്ടുള്ളത്, ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണമല്ലോ. സോ ഇതെല്ലാം നല്ല രീതിയിൽ ആ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. പോരാത്തതിന് ഓരോ ഇപ്പോൾ റൂളേഴ്സിൻ്റെയും അവരുടെ കിങ്സ്, അവരുടെ ടൈറ്റിൽസ് അടക്കം ആ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ NCERT-നുള്ളതിനേക്കാളും പിന്നെ NCERT-യിൽ ഇല്ലാത്ത കുറച്ച് പോയിൻറ്റ്സും കൂടി അതിൽ ആഡ് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ നേരത്ത് അതും കൂടി ആഡ് ഓൺ ആക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. എൻ്റെ കയ്യിൽ അതിൻ്റെ PDF ഇപ്പോൾ ഇരിപ്പില്ല, ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം ഞാൻ അതിൻ്റെ ബുക്ക് പർച്ചേസ് ചെയ്തു. പക്ഷേ ഞാൻ ഈ ഒരു ബുക്കിനെ കുറിച്ച് നോക്കിയ സമയത്ത് ഞാനിത് ഗൂഗിളിൽ കണ്ടായിരുന്നു. ഇതിൻ്റെ PDF ഞാൻ ഡൗൺലോഡ് ചെയ്ത് നോക്കിയതുമായിരുന്നു. പക്ഷേ ഇത് പിന്നെ അതെൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. നല്ലൊരു ബുക്കാണ്, ഇപ്പോഴും ഞാൻ ആ ബുക്ക് വായിക്കുന്നുണ്ട്. യൂസ്ഫുൾ ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ നിങ്ങൾക്കും പ്രിലിംസിന് വേണമെങ്കിൽ നിങ്ങൾക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഓരോ ഡൈനാസ്റ്റി ഉണ്ടല്ലോ, ഓരോ ഡൈനാസ്റ്റി അതിൻ്റെ ഫൗണ്ടർ, അവരുടെ കിങ്സിൻ്റെ ടൈറ്റിലൊക്കെ അടക്കം ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കും എളുപ്പമായിരിക്കും ക്രോണോളജിക്കൽ ഓർഡറിൽ ഓരോ ഡൈനാസ്റ്റിയുടെ ക്വസ്റ്റ്യൻസൊക്കെ വരുമ്പോൾ എഴുതാൻ വേണ്ടിയിട്ട് പ്രിലിംസിന് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ പറയുകയാണെങ്കിൽ, നമ്മൾ NCERT-യിലുണ്ടല്ലോ, NCERT-യിൽ അത്രയധികം ഒരു ഓർഡറിലല്ലായിരിക്കും കൊടുത്തേക്കുന്നത്. എസ്പെഷ്യലി ഈ മൗര്യൻ എംപയറിൻ്റെ ചാപ്റ്ററിൽ ബിംബിസാരനെയൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. ആക്ച്വലി ഈ മൗര്യൻ എംപയറിനൊക്കെ മുമ്പ് ഉണ്ടായിരുന്നൊരു ഡൈനാസ്റ്റിയാണ് ഹര്യങ്ക ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. എൻ്റെ പ്രൊണൗൺസിയേഷൻ തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. അതിൻ്റെ ഫൗണ്ടറാണ് ബിംബിസാര എന്ന് പറയുന്നത്, അജതശ്രു. എഗെയിൻ പ്രൊണൗൺസിയേഷൻ തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അജതശ്രു എന്ന് പറയുന്നത് ബിംബിസാരയുടെ സക്സസർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ശിശുങ്ക ഡൈനാസ്റ്റി വരുന്നത്. നന്ദ ഡൈനാസ്റ്റിയാണ് അതിന് ശേഷം. ഈ ഹര്യങ്ക ഡൈനാസ്റ്റിയിലുള്ള ഉദയ് എന്ന് പറഞ്ഞ റൂളറാണ് പാട്ലിപുത്ര അവരുടെ ഒരു ക്യാപിറ്റൽ സിറ്റി ആക്കിയത്. അത് കഴിഞ്ഞ് ശിശുങ്ക വരും, അത് കഴിഞ്ഞ് നന്ദ വരും. നന്ദ ഡൈനാസ്റ്റി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ മൗര്യൻ എംപയർ വരുന്നത്. ആക്ച്വലി ഈ ഒരു ഓർഡർ പഠിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഈ ബുക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സെക്കൻഡ് സ്ലോട്ടിൽ എടുത്തത് കറണ്ട് അഫെയർസാണ് എടുത്തത്. അപ്പോൾ കറണ്ട് അഫെയർസിൽ 2-3 ടോപ്പിക്സ് ഉണ്ടായിരുന്നു. ഞാൻ 7-ാം തീയതിയിലത്തെ പത്രം വായിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ ആ ഇതെടുത്തു. അപ്പോൾ അതിൽ ശാന്തി ബില്ലിനെ കുറിച്ചിട്ടുണ്ടായിരുന്നു, ഈ ന്യൂക്ലിയർ ഇതിനെ കുറിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ അതിനെ കുറിച്ചിട്ട് ഒരു നോട്ട്സ് ഉണ്ടാക്കണം. ആക്ച്വലി ന്യൂക്ലിയർ ഇതിനെ കുറിച്ചിട്ട് UPSC ഒരു പ്രാവശ്യം UPSC ചോദിച്ചതാണ്, GSTയിലാണെന്ന് തോന്നുന്നു.
അപ്പം അതിനെക്കുറിച്ചിട്ട് ഒരു നോട്ട്സ് വേണം. അതും പിന്നെ ന്യൂക്ലിയർ സെക്ടറിൽ പ്രൈവറ്റ് പ്ലെയേഴ്സിന് ഇത് കൊടുക്കുന്നതിനെ കുറിച്ചിട്ടുള്ളൊരു നോട്ട്സ് വേണം. അപ്പോൾ ഇത് നോട്ട്സ് ഉണ്ടാക്കിയാലാണ് നമുക്ക് എന്താ പറയുക മെയിൻസിന് വേണ്ടിയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഇനി ഈ നോട്ട്സ് നാളെ പഠിക്കണം. ഇന്നെന്തായാലും എനിക്ക് പഠിക്കാൻ സമയം കിട്ടില്ല. എനിക്കിത് കഴിഞ്ഞിട്ട് കറണ്ട് അഫയേഴ്സ് എഴുതാനുണ്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് എഴുതി കഴിയുമ്പോൾ തന്നെ ഒരു സമയമാകും. അത് കഴിഞ്ഞിട്ട് അത് പഠിക്കാനുണ്ട്. സോ അപ്പോൾ ഇന്ന് എനിക്ക് എന്തായാലും സമയം കിട്ടില്ല. സോ ഇത് നാളത്തേക്ക് വേണ്ടി നാളെ ഇത് പഠിച്ചിട്ട് ആൻസർ റൈറ്റിങ്ങിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചേക്കാം. ആൻഡ് PT365 റിലീസായിട്ടുണ്ട്. അതിൻ്റെ എൻവയോൺമെൻറ്റ് റിലീസായിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ PT റിലീസാകുമ്പോഴാണ് നമുക്കൊരു പ്രിലിംസ് അടുത്തെത്തി എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരുന്നത്. നമുക്കല്ല, എനിക്ക് അങ്ങനെയായിട്ടാണ് വരുന്നത്. PT റിലീസാകുമ്പോൾ തന്നെ അയ്യോ പ്രിലിംസ് അടുത്തെത്തി എന്നുള്ളൊരു തോന്നലാണ് എനിക്ക്. സോ അത് കഴിഞ്ഞാൽ പിന്നുള്ളൊരു ഓട്ടമാണ് അത്. അതായത് എക്സാം രജിസ്റ്റർ ചെയ്യാനും പിന്നെ അതിന് പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനും PT കവർ ചെയ്യാനും അങ്ങനെ എല്ലാത്തിനും വേണ്ടിയിട്ടുള്ളൊരു ഓട്ടമാണ്. അപ്പോൾ റിലീസായിട്ടുണ്ട്, എൻവയോൺമെൻറ്റ് റിലീസായിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇത് എൻവയോൺമെൻറ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഞാൻ PTയിലാകെ എൻവയോൺമെൻറ്റും എക്കണോമിക്സും സയൻസ് ആൻഡ് ടെക്നോളജി പിന്നെന്താ ജോഗ്രഫി ഇത് മാത്രം ഉണ്ടോ നോക്കുന്നുള്ളൂ. വേറെ കാര്യങ്ങളൊന്നും ഞാൻ നോക്കുന്നില്ല. പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിസ്റ്ററിയുടെ കുറച്ച് നോക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ പുതിയ ഏതെങ്കിലും സൈറ്റ് വല്ലതും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ന്യൂസസ് ഉണ്ടാവില്ല, അതും നോക്കും. വേറെ ഞാൻ പൊളിറ്റിയുടെ ഒന്നും PT അങ്ങനെ നോക്കാറില്ല. ഈ വർഷം ഞാൻ ഏറ്റവും ചെയ്ത ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യത്തിൽ ഏറ്റവും ചെയ്ത നല്ല കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ PAB നല്ല രീതിക്ക് നോക്കിയിട്ടുണ്ട്. അതാണ് ഞാൻ ഏറ്റവും ചെയ്തൊരു നല്ല കാര്യം ഈ വർഷത്തിൽ 2025 നോക്കുകയാണെങ്കിൽ. PTയുടെ അത് എല്ലാ ദിവസവും നോക്കും. എല്ലാ കാര്യങ്ങളും അതിൽ എനിക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിയ കാര്യങ്ങൾക്ക് ഞാൻ നോട്ട് എഴുതും. അപ്പം അത് അങ്ങനെ ഒത്തിരി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്കീംസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് മാത്രം നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് എവിടെ നിന്നാണ് UPSC ഇതിന് മാത്രം സ്കീംസ് ചോദിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാഗസീൻസ് നോക്കുന്നുണ്ട്, മാഗസീൻസിലൊന്നും കാണുന്നില്ല. ന്യൂസ് പേപ്പർ നോക്കുന്നുണ്ട്, ന്യൂസ് പേപ്പറിൽ വരാത്ത സ്കീംസ് ആയിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് എവിടെ നിന്നാണ് ഈ സാധനമൊക്കെ എടുത്തുകൊണ്ട് വരുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. ആക്ച്വലി അവർ ഇത് കൊടുക്കുന്നുണ്ട്. അതായത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിൽ ഈ ഒരു സ്കീംസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അവിടെ നിന്നാണ് UPSC എടുത്തുകൊണ്ട് പോകുന്നത്. ആക്ച്വലി നമ്മൾ UPSCക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് പുറത്തുവിടുന്ന വെബ്സൈറ്റ്സ്, അതിൻ്റെ റിസോഴ്സസ് കാര്യങ്ങളൊക്കെയാണ്. അവരുടെ പബ്ലിഷിങ് കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത്. സോ ഇപ്രാവശ്യം ഞാൻ ചെയ്തൊരു നല്ല കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ നോക്കിയതാണ്. പിന്നെ ഉണ്ടല്ലോ, ഞാനിപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നോക്കിയായിരുന്നു, അനലൈസ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ അതിൽ നോക്കിയപ്പോൾ ഇപ്പോൾ എനിക്കൊരു സ്വഭാവം ഉണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സർട്ടൻ സാധനം എന്തുകൊണ്ട് ഈ വർഷം ചോദിച്ചു എന്നുള്ളത് ഇങ്ങനെ അന്വേഷിച്ച് പോകുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ അതങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് കുറേ കാര്യങ്ങൾ PIBന്ന് ചോദിച്ച PIBയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇന്ത്യ ഇയർ ബുക്കിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ, ഇപ്പോൾ ടർമറിക് ബോർഡിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായല്ലോ, അതൊക്കെ PIBയിലും ഇന്ത്യ ഇയർ ബുക്കിലും ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ PIB തന്നെ ഉണ്ടല്ലോ. ഈ ഒരു ജാനുവരി മാസത്തിലൊക്കെ ഈ ഇയർ എൻഡ് റിവ്യൂ എന്ന് പറഞ്ഞിട്ട് ഓരോ മിനിസ്ട്രീസിൻ്റെയും ഇയർ എൻഡ് റിവ്യൂ ഉണ്ടാകും അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ. സോ ഈ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കി വെക്കണം. ഇപ്പോൾ UPSCയുടെ ഒരു തരം ക്വസ്റ്റ്യനാണത്. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കി വെക്കുക. പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇയർ എൻഡ് റിവ്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇയർ എൻഡ് റിവ്യൂസ് എടുത്ത് നിങ്ങൾ അതിനെക്കുറിച്ച് നോട്ട്സ് എഴുതി വയ്ക്കുക. ഇപ്പം ഞാനിപ്പോൾ എഴുതി വെക്കുന്നത് കോൾ മിനിസ്ട്രിയുടെ ഇയർ എൻഡ് റിവ്യൂന്ന് എടുത്ത പോയിൻറ്റ്സാണ്. അപ്പോൾ കോളിൻ്റെ പ്രൊഡക്ഷൻ, പിന്നെ കോൾ ഗ്യാസിഫിക്കേഷൻ അതെന്താണ്, അതിൻ്റെ കുറേ കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ ഈ നോട്ട്സിൽ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ അത് ഇന്ന് തന്നെ പഠിച്ചേക്കാമെന്ന് വിചാരിച്ചു. കാരണം പെൻഡിങ് ഇട്ടിട്ട് കാര്യമില്ല. നാളെ ഇതിനും കൂടുതൽ ടോപ്പിക്സ് ഉണ്ടാവും പഠിക്കാൻ വേണ്ടി. നാളെ ആണെങ്കിൽ ആൻസർ റൈറ്റിംഗ് ചെയ്യണം. അപ്പോൾ ഇന്ന് തന്നെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നാളെ രാവിലെ എഴുതിക്കുമ്പോൾ ഒന്ന് റിവൈസ് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ ഇന്ന് തന്നെ കവർ ചെയ്തത്. ഇപ്പം ഇനി ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ പോയി കിടക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഇപ്പം ഇനി ഇത് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇരിക്കത്തില്ല.
അപ്പോൾ സോ ഞാൻ പോയി കിടക്കാമെന്ന് വിചാരിച്ചു. സോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.